പരം ശാന്തി മാ ബാബുജിക്ക് കോടി കോടി പ്രണാമം. ഇന്നത്തെ വിഷയമാണ് ശിവ്, മഹാശിവ്, പരം മഹാശിവ്. ഇവയുടെ വ്യത്യാസവും ഇവരുടെ ധർമ്മങ്ങൾ എന്താണ് എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ വെളിപ്പെടുത്തുന്നത്. എപ്പോൾ ശിവൻ സൃജൻ ചെയ്യുന്നുവോ, ബ്രഹ്മാണ്ടത്തെ സൃഷ്ടി ചെയ്യുന്നുവോ, അപ്പോൾ ആ ശിവ ഭഗവാന്റെ പരം ലൈറ്റ് കമ്മിയാകാൻ തുടങ്ങുന്നു. ഏതൊരു വസ്തുവിനെയും നമ്മൾ ഒരു ബൈക്ക് ഓടിച്ചിട്ട് ഒരു ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ട് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്രോൾ തന്നെ കഴിഞ്ഞു പോകും. അതേപോലെയാണ് ശിവൻ സൃജൻ ചെയ്തു കഴിഞ്ഞാൽ ശിവൻ്റെ പവറും ക്ഷീണം സംഭവിക്കുന്നു. ഇത് എല്ലാ ആത്മാക്കൾക്കും, എല്ലാ ഭഗവാനും, എല്ലാ ദേവീദേവികൾക്കും ബാധകമാണ്. നിരാകാരി ശിവന്റെ ധർമ്മമാണ് ആ ബ്രഹ്മാണ്ടത്തെ, സൃജൻ ചെയ്ത ബ്രഹ്മാണ്ടത്തെ നിയന്ത്രണം ചെയ്യുക എന്നത്. ശിവ് ആ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ശിവന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നു. ശങ്കർ ശിവന്റെ സാകാരി രൂപമാണ്. സാകാരി രൂപം പറഞ്ഞാൽ മനുഷ്യരൂപമാണ് ശിവന്റെ മനുഷ്യരൂപമാണ് ശങ്കർ ഭഗവാൻ. നിയം ഇതാണ്: ആര് സൃഷ്ടി ചെയ്യുന്നുവോ അവരാണ് വിസർജനം ചെയ്യുന്നത്. വിസർജൻ എന്നാൽ എന്താണ് എന്നാൽ വിസർജൻ എന്നാൽ മുക്തി എന്നാണ് അറിയുന്നത്. 4 യുഗം കഴിയുന്ന സമയത്ത് പ്രളയം, അർദ്ധപ്രളയം, മഹാകാൽ പ്രളയം, മഹാകൽപ്പ പ്രളയം, ഇങ്ങനെ വരുന്നത് എല്ലാം മുക്തിക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യൻ ഒരുപാട് പാപ കർമ്മങ്ങൾ ചെയ്തതിനാൽ ഭഗവാൻ അവരുടെ മുക്തിക്ക് വേണ്ടിയിട്ട് ഈ ബ്രഹ്മാണ്ടത്തെ തന്നെ കത്തിക്കരിച്ച് ചാമ്പലാക്കുന്നു. വീണ്ടും പുതിയ സൃഷ്ടി നടത്തുന്നതാണ്. അതാണ് സർജൻ എന്ന് പറഞ്ഞാൽ. എപ്പോൾ ശിവ ഭഗവാൻ ഈ ബ്രഹ്മാണ്ടത്തെ ഇല്ലാതാക്കുന്നുവോ അപ്പോഴാണ് മുക്തി അല്ലെങ്കിൽ മോക്ഷം സംഭവിക്കുന്നത്. ബേഹദ് പരംജ്ഞാൻ, പ്രകാശത്തിൻ്റെ ജ്ഞാനമാണ് ബേഹദ് പരംജ്ഞാനം. ഇത് സത്യമാണ്. ബേഹദ് പരംജ്ഞാൻ മാത്രമാണ് സത്യത്തിൻ്റെ ജ്ഞാനം കൊടുക്കുന്നത്. മനുഷ്യന്മാർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കർമ്മകാണ്ഡ് ചെയ്തു കഴിഞ്ഞാൽ, ഒരാൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മോക്ഷം സംഭവിക്കും എന്നാണ്. ഒരാൾ വേറൊരാളിനെ സഹായിക്കുന്നു, ആ കർമ്മം ചെയ്യുന്നു, അപ്പോൾ നല്ല കർമ്മം ചെയ്യുന്നു. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മോക്ഷം കിട്ടും എന്നാണ് അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല പ്രോസസ്സ്. ശിവ് പരമാത്മയാണ്. പരമാത്മ ഫരിസ്ത പിന്നെ ദേവതയെയും സൃഷ്ടിച്ചു. ഫരിസ്ത തത്വത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. ദേവത 3 തത്വത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദേവതയാണ്, ദേവതയാണ് മനുഷ്യനായിട്ട് പരിണമിച്ചത്. മനുഷ്യന് ആയിക്കഴിഞ്ഞാൽ മനുഷ്യനിൽ ഒരു പവറും ഇല്ലാതാകും. അതിനാലാണ് മനുഷ്യനെ ജീവ് എന്ന് പറയുന്നത്. മനുഷ്യനെ മാത്രമല്ല ജീവ് എന്ന് പറയുന്നത്, മൃഗങ്ങളെയും ജീവ് എന്നാണ് പറയുന്നത്. ഏതൊരു മനുഷ്യനും പരമാത്മയെക്കുറിച്ച് ജ്ഞാനം ഉണ്ടെങ്കിൽ, ജ്ഞാനം സിദ്ധിച്ചവർ ആണെങ്കിൽ അവരെയാണ് മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. അല്ലാത്തവരെ മൃഗതുല്യമാണ്. ഈ പരംജ്ഞാനിൽ മാത്രമല്ല, വേദപുരാണ ഉപനിഷത്തിൽ കൂടി പറയുന്നത്. ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് ഗീതയിൽ, ജ്ഞാനം ഇല്ലാത്തവർ ജീവ് ആണെന്ന്. അതായത് മൃഗത്തിന് സമാനമാണെന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്.
ആര് പരമാത്മയെക്കുറിച്ച് അറിയുന്നില്ലയോ അവർ ജീവാണ്. കാരണം മൃഗസമാനമാണ്, പ്രേത സമാനമാണ്. അവർക്ക് ഉണ്ണുക, കിടന്നുറങ്ങുക, കറങ്ങുക, ഇവരുടെ പണി ഇതാണ്. അവരിനെയാണ് ജീവ് എന്ന് പറയുന്നത്. എല്ലാവരും ശിവ് ഭഗവാനെ ധ്യാനിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശങ്കറും ശിവ് ഭഗവാനെയാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശങ്കരനും ശിവനും ശക്തി ഇല്ലാതായിരിക്കുന്നു. അതിനാലാണ് നമ്മൾക്ക് ഏറ്റവും മേലെയുള്ള ആൾമൈറ്റി അതോറിറ്റിയെ പ്രാപിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ മാലിക്കായ ശിവ് ഭഗവാന് ശക്തി ക്ഷീണം സംഭവിച്ചതിനാൽ എല്ലാവരും ആൾമൈറ്റി അതോറിറ്റിയെ ശരണം പ്രാപിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ബ്രഹ്മാണ്ടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പരംജ്ഞാൻ അല്ലാതെ, ആൾമൈറ്റി അതോറിറ്റി അല്ലാതെ, പരംപിതാവ് അല്ലാതെ വേറെ ഒരാൾക്കും നിങ്ങളെ സഹായിക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങൾക്ക് ഏറ്റവും മേലെയുള്ള പരംധാമിൽ പോകണമെങ്കിൽ, ബേഹദ് പരംജ്ഞാനിൽ പോകണമെങ്കിൽ പരം 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 മഹാശിവനെ ഓർക്കേണ്ടത്, ധ്യാനിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ധ്യാനിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ പരം പിതാവിൽ, ആ പരം മഹാശിവനിൽ ലയിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ അസ്തിത്വത്തെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. ആ നിരാകാർ ശിവ് ഭഗവാൻ അല്ലാതെ ഡിവൈൻ ലൈറ്റ് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഒരു ഭഗവാനും സാധിക്കുന്നതല്ല. കാരണം ഡിവൈൻ ലൈറ്റ് ഉള്ളത് രചന നടത്തുന്ന ആളിലാണ്, അതായത് ശിവ് ഭഗവാനിലാണ്. മഹാശിവ് പരമഹാശിവിലാണ് ഡിവൈൻ ലൈറ്റ് ഉള്ളത്. ശ്രീമദ് ഭഗവത്ഗീതയിൽ ഒരു നല്ല വാക്യം പറയുകയുണ്ടായി. ഹേ അർജുൻ, അഗർ നീ പരം പദിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരം തത്വത്തെ സൂര്യൻ്റെ തേജസ്സോട് കൂടി നമ്മുടെ ഉള്ളിൽ പ്രകാശത്തിനെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ആ സമയത്ത് നീ ജനന മരണ ചക്രത്തിൻ്റെ മേലോട്ട് പോകാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പരംധാമിനെ പ്രാപിക്കാൻ സാധിക്കുമെന്നാണ് അർജുനൻ്റെ അടുത്ത് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. ശ്രീകൃഷ്ണൻ ആൾമൈറ്റി അതോറിറ്റിയുടെ അവതാരമാണ്. പക്ഷേ എല്ലാവരും ചിന്തിച്ചു വച്ചിരിക്കുന്നത് വിഷ്ണുവിൻ്റെ അവതാരമെന്നാണ്. അങ്ങനെ അല്ല സംഭവിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ പറയുന്നത്, നീ എന്നെ ഓർക്കുക, എല്ലാ ധർമ്മങ്ങളും വിട്ട് നീ എന്നെ ചിന്തിക്കുക, എന്നെ സങ്കല്പിക്കുക. എന്നെ ഓർത്താൽ നിന്നെ ഏറ്റവും മേലെയുള്ള പരംധാമിലേക്ക് കൊണ്ടുപോകാം എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. ശ്രീകൃഷ്ണൻ പറയുന്നത് ഗീതയിൽ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ജബ് തപ് ധ്യാൻ യോഗസെ എന്നെ കാണാൻ സാധിക്കുന്നതല്ല, ഞാൻ ജ്ഞാനത്തിൽ കൂടെ മാത്രമേ എന്നെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ജ്ഞാനിയായ ഒരാൾക്ക് മാത്രമേ ഭഗവാനെ പ്രാപ്തമാക്കാൻ സാധിക്കുകയുള്ളൂ. ജ്ഞാനം നിങ്ങൾക്ക് സിദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ പ്രാപ്തമാക്കാൻ സാധിക്കില്ല. കാരണം ജ്ഞാനം അത്ര പ്രബലമാണ്. നിങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ തിരുവനന്തപുരത്ത് പോകണം, പാലക്കാട്ട് പോകണം, അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് പോകണം, മദ്രാസിലോട്ട് പോകണം, അങ്ങനെ പലവിടേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് വഴി അറിയില്ല. പക്ഷേ അത് നിങ്ങൾ വഴി മനസ്സിലാക്കും മറ്റുള്ളവരോട് ചോദിച്ചിട്ട്. അതുപോലെയാണ് ഈ ജ്ഞാനം. നിങ്ങൾക്ക് ആ പരംധാമിൽ എത്താനുള്ള ജ്ഞാനം എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഈ പരംജ്ഞാൻ വേദ ഉപനിഷത്തുകൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതിരുന്നാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ സാധിക്കുകയില്ല. കാരണം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ജ്ഞാനമാണ്. ജ്ഞാനമില്ലെങ്കിൽ ഒന്നും തന്നെയില്ല. ഒരു ജ്ഞാനിയെ മാത്രമാണ് ആ പരമാത്മാവിന് ഇഷ്ടം, അജ്ഞാനിയെ ഇഷ്ടമല്ല. കാരണം അവർക്ക് ജ്ഞാനം അറിയില്ല. ജ്ഞാനം അറിയില്ലെങ്കിൽ തപ് ചെയ്യില്ല, യോഗ ചെയ്യില്ല.
ധാരണ ചെയ്യില്ല, സേവ ചെയ്യില്ല, ഒന്നും തന്നെ ചെയ്യില്ല. അഹങ്കാരി ആത്മാക്കളായിരിക്കും അവർ. അതിനാലാണ് പറയുന്നത്, നിങ്ങൾ ഞാൻ ആദ്യം സ്വീകരിക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് മുക്തിക്ക് പ്രാപ്തമാവുകയുള്ളൂ. അതിലൂടെ മാത്രമേ നിങ്ങൾ ആ പരംപിതാവിനെ പ്രാപ്തമാക്കാൻ സാധിക്കുകയുള്ളൂ. ശരിയായി വീഡിയോ ഒരുപാട് നീണ്ടുപോകുന്നു. ബേഹദ് കി പരം ശാന്തി. മാ ബാബിഷ്ക കോടി പ്രണാം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബേഹദ് കി പരം ശാന്തി.